നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. റാങ്ക് ഫയൽ കംപ്ലീറ്റിംഗ് ചലഞ്ചിന്റെ ഡേ 33 ആണ് ഇന്നത്തെ ഫസ്റ്റ് വീഡിയോയില് നമ്മൾ ഫിസിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്സില് ലെൻസ്, മിറർ, സൗണ്ട് ഈ 3 ടോപ്പിക്കുകളാണ്. അപ്പൊ ഈ 3 ടോപ്പിക്കും ഫുൾ ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത ടോപ്പിക്ക് ലെൻസ് ആണ്. ലെൻസിനെ പറ്റി എന്തൊക്കെ പോയിന്റ്സ് ആണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഗോളോപരിതലങ്ങളുള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ്. ഗോള ഉപരിതലം, അതായത് സ്ഫെറിക്കൽ സർഫസ് ആണ് ലെൻസിന്. മധ്യഭാഗം കട്ടികൂടിയതും വശങ്ങൾ ഇടുങ്ങിയതുമായ ലെൻസാണ് കോൺവെക്സ് ലെൻസ്. ഉത്തല ലെൻസ് എന്നാണ് മലയാളം. അപ്പോൾ മധ്യഭാഗത്ത് എന്താണ്? കട്ടി കൂടുതലാണ്, വശങ്ങൾ ഇടുങ്ങിയതാണ്. ഈ ടൈപ്പ് ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് അഥവാ ഉത്തല ലെൻസ്. മധ്യഭാഗം ഇടുങ്ങിയതും വശങ്ങൾ കട്ടി കൂടിയതുമായ ലെൻസ് ആണെങ്കിൽ കോൺകേവ് ലെൻസ് ആണ്. മധ്യഭാഗം ഇടുങ്ങിയതായിരിക്കും, ഓക്കെ, വശങ്ങൾ കട്ടി കൂടിയതായിരിക്കും, അതാണ് കോൺകേവ്. അവതല ലെൻസ് എന്നാണ് പറയുന്നത്. അവതല ലെൻസ്. വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്. മാഗ്നിഫയിങ് ഗ്ലാസ് ആയി ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ്. അപ്പോൾ വസ്തുക്കളെ വലുതായി കാണുക എന്ന് പറഞ്ഞാൽ മാഗ്നിഫൈ ചെയ്ത് കാണുക, അതാണ് വലുതായി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ 2 ചോദ്യങ്ങൾ കിട്ടും. വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്, മാഗ്നിഫയിങ് ഗ്ലാസ് ആയി ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്. മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ആണ്. അത് അതുമായിട്ട് കണക്ട് ചെയ്യാം. വസ്തുക്കളെ വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് മൈക്രോസ്കോപ്പും ടെലസ്കോപ്പും ഒക്കെ ഉപയോഗിക്കുന്നത്. ടെലസ്കോപ്പ് അടുത്ത് കാണാൻ വേണ്ടിയിട്ട്, മൈക്രോസ്കോപ്പ് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനൊക്കെ എന്താണ്? കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. സംവ്രജന ലെൻസ്. സംവ്രജനം എന്ന് പറയുമ്പോൾ കൺവേർജിങ് എന്ന് പറയാം. കൺവേർജിങ് ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ആണ്. വിവ്രജന ലെൻസ്, ഡൈവേർജിങ് ലെൻസ് എന്ന് പറയുന്നത് കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ്. ദീർഘദൃഷ്ടി എന്ന് പറയുമ്പം ലോങ് സൈറ്റ്. ലോങ് സൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ദൂരെയുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റും, അടുത്തുള്ള വസ്തുക്കളെ കാണാൻ പറ്റത്തില്ല. അപ്പം അങ്ങനത്തെ ദീർഘദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ആണ്. ഹ്രസ്വദൃഷ്ടിയാണെങ്കിൽ കോൺകേവ്. ഷോർട്ട് സൈറ്റ് പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ് ആണ്. നിങ്ങൾ PSC പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഉന്നത റാങ്ക് നിങ്ങൾക്ക് നേടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പ് ഞാൻ പറഞ്ഞു തരാം. അൺഅക്കാഡമി. അൺഅക്കാഡമിയിൽ കേരള PSCക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ബാച്ച് കോഴ്സുകളാണ് ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് LGS മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിൽ ജൂലൈ 15 അൺഅക്കാഡമിയിൽ ഒരു 75 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജേതാവ് എന്നാണ് ഈ കോഴ്സിന്റെ പേര്. ഇതിൽ നമ്മുടെ LGS മെയിൻസിന്റെ സിലബസ് ഫുള്ളായിട്ട് തന്നെ എഡ്യൂക്കേറ്റേഴ്സ് കവർ ചെയ്ത് തരുന്നതാണ്. ഈ കോഴ്സ് 10% ഡിസ്കൗണ്ടോടെ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം, അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ആകാത്തവർക്ക് കൂടി 60 ഡേയ്സ് ബാച്ച് കോഴ്സ്, ദൗത്യം എന്ന പേരിൽ ബാച്ച് കോഴ്സ് ജൂലൈ 14 സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. ഒരു ലെൻസിന്റെ പ്രകാശീയ കേന്ദ്രത്തിനും മുഖ്യ ഫോക്കസിനും ഇടയിലുള്ള അകലം. ഒരു ലെൻസിന്റെ പ്രകാശീയ കേന്ദ്രം സെന്ററിനും മുഖ്യ ഫോക്കസ് പ്രിൻസിപ്പൽ ഫോക്കസിനും ഇടയിലുള്ള ആ അകലത്തെയാണ് ഫോക്കസ് ദൂരം അഥവാ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. സ്മോൾ f കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ലെൻസിന്റെ പവറിന്റെ ഉൽക്രമമാണ്. ഉൽക്രമം എന്ന് വെച്ചാൽ എന്താണ്? റെസിപ്രോക്കൽ, അതായത് പവർ ഈസ് ഈക്വൽ ടു 1/f. ഫോക്കസ് ദൂരത്തിന്റെ ഉൽക്രമമാണ് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത്. പവർ ഈസ് ഈക്വൽ ടു P ഈസ് ഈക്വൽ ടു 1/f. പവറിന്റെ ലെൻസിന്റെ പവർ അളക്കാനുള്ള യൂണിറ്റ് ഏതാണ്? ഡയോപ്റ്റർ. ക്യാപിറ്റൽ D കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡയോപ്റ്റർ എന്ന യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് ലെൻസിന്റെ പവർ അളക്കുന്നത്. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം, പവർ എന്നിവ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം, പവർ എന്നിവ പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം, പവർ എന്നിവ നെഗറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരവും പവറും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും.
പവർ 2D എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ് ആണെന്ന് ഓർക്കുക. 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ് ആണ് 2D, പവർ 2D എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ് ആണെന്ന് ഓർക്കുക. കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം, കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതും ആയിരിക്കും, റിയലും ആയിരിക്കും, അതുപോലെ തന്നെ ഇൻവെർട്ടഡും ആയിരിക്കും. യഥാർത്ഥവും തലകീഴായതുമായിരിക്കും കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം. കോൺകേവ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം എന്ന് പറയുന്നത് മിഥ്യയും നിവർന്നതും, വെർച്വലും ഇറക്റ്റും ആയിരിക്കും. വെർച്വലും ഇറക്റ്റും ആയിരിക്കും കോൺകേവ്. കോൺവെക്സ് ആണെങ്കിലോ റിയലും അതുപോലെ തലകീഴായതും, റിയലും ഇൻവേർട്ടഡും ആയിരിക്കുമെന്ന് ഓർക്കുക. അടുത്തത് മിറർ ആണ്, ദർപ്പണം. പ്രകാശത്തെ ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രതലമാണ് ദർപ്പണം എന്ന് പറയുന്നത്. ദർപ്പണവും 2 ടൈപ്പ് ഉണ്ട്, കോൺവെക്സ് ദർപ്പണവും കോൺകേവ് ദർപ്പണവും. കോൺവെക്സ് മിറർ എന്ന് പറയുമ്പം സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടർ ആയിട്ട് കോൺവെക്സ് ആണ് ഉപയോഗിക്കുന്നത്. സ്ട്രീറ്റ് ലൈറ്റിൽ റിഫ്ലക്ടർ ആയിട്ട് ഉപയോഗിക്കുന്നു. അപകടങ്ങൾ ഒഴിവാക്കാൻ റോഡിന്റെ വളവുകളിൽ സ്ഥാപിക്കുന്നു. സെക്യൂരിറ്റി മിററായിട്ടും റിയർ വ്യൂ മിററായിട്ടും ഉപയോഗിക്കുന്നു. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടർ ആയിട്ട് ഉപയോഗിക്കുന്നു. അപകടങ്ങൾ ഒഴിവാക്കാൻ റോഡിന്റെ വളവുകളിൽ സ്ഥാപിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്, കോൺവെക്സ് മിറർ ആണ്. സെക്യൂരിറ്റി മിററായിട്ടും റിയർ വ്യൂ മിററായിട്ടും ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺവെക്സ് മിറർ ആണ്. ഇനി കോൺകേവ് മിറർ എന്ന് പറയുമ്പം സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നു, ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നു, ടോർച്ചിലെ റിഫ്ലക്ടർ ആയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുന്ന കോൺകേവ് ആണ്. മേക്കപ്പ് മിററിൽ, സിനിമ പ്രൊജക്ടറിൽ, വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ്. അപ്പോൾ സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺകേവ് മിറർ ആണ്. ഷേവിംഗ് മിറർ, കോൺകേവ് കോൺഷേവ് എന്നോർത്താലും അത് കിട്ടും. ഷേവിംഗ് മിററായിട്ട് ഷേവിംഗ് മിററിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് ആണ്. ടോർച്ചിലെ റിഫ്ലക്ടറിൽ, ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റിൽ, മേക്കപ്പ് മിററിൽ, സിനിമ പ്രൊജക്ടറിൽ, വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൽ. കോൺകേവ് മിററിന്റെ പ്രതിബിംബം എന്ന് പറയുന്നത് കോൺകേവ് മിററിൻ്റെത് നിവർന്നതും അതുപോലെ വലുതായതുമായിരിക്കും. നേരത്തെ കോൺകേവ് ലെൻസ് പറഞ്ഞപ്പോഴും നിവർന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെയും കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രതിബിംബം നിവർന്നതും വലുതായതും ആയിരിക്കും. സൂത്ര കണ്ണാടി ട്രിക്ക് മിറർ ആയി ഉപയോഗിക്കുന്നത് സ്ഫെറിക്കൽ മിററാണ്. സൂത്ര കണ്ണാടി ട്രിക്ക് മിറർ ആയി ഉപയോഗിക്കുന്നത്. മുഖം നോക്കാനും കാലിഡോസ്കോപ്പ് നിർമ്മാണത്തിലും ഉപയോഗിക്കുന്നത് സമതല ദർപ്പണം, പ്ലെയിൻ മിറർ ആണ്. മുഖം നോക്കാൻ വേണ്ടിയിട്ടും കാലിഡോസ്കോപ്പ് നിർമ്മാണത്തിലും ഉപയോഗിക്കുന്നത് ഏതാണ്? സമതല ദർപ്പണമാണ്. ഒപ്റ്റിക്കൽ ഗ്ലാസ്സായി ഉപയോഗിക്കുന്നത് ഫ്ലിന്റ് ഗ്ലാസ് ആണ്. ഒപ്റ്റിക്കൽ ഗ്ലാസ്സായി ഉപയോഗിക്കുന്നത് ഏതാണ്? ഫ്ലിന്റ് ഗ്ലാസ് ആണ്. കണ്ണാടിയിൽ പ്രതിബിംബത്തിന്റെ വശങ്ങൾ ഇടം വലം തിരിഞ്ഞു വരാൻ കാരണമായ പ്രതിഭാസം പാർശ്വിക വിപര്യമാണ്. കണ്ണാടിയിൽ പ്രതിബിംബത്തിന്റെ വശങ്ങൾ ഇടം വലം തിരിഞ്ഞു വരാൻ കാരണമായ പ്രതിഭാസം പാർശ്വിക വിപര്യം, ലാറ്ററൽ ഇൻവേർഷൻ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ദർപ്പണത്തിനെ പറ്റി പഠിക്കാനുള്ളത്. ദർപ്പണത്തെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് കോൺവെക്സ് മിറേഴ്സ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രകാശം വെച്ചിട്ടുള്ളത് കാര്യങ്ങളെല്ലാം ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അടുത്തത് സൗണ്ട് ആണ്, ശബ്ദം നോക്കാം. ശബ്ദമുണ്ടാകാൻ കാരണം കമ്പനമാണ്, വൈബ്രേഷൻ മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. നമ്പർ ഓഫ് വൈബ്രേഷൻസ് പെർ സെക്കൻഡിനെയാണ് എന്ത് പറയുന്നത്? ആവൃത്തി അഥവാ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ശബ്ദത്തിന്റെ ആവൃത്തിയുടെ യൂണിറ്റ് ഹേർട്സ് ആണ്, ഹേർട്സ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ്ജരൂപമാണ് ശബ്ദോർജ്ജം. ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്തതിന് കാരണം എന്താണ്? ചന്ദ്രനിൽ അന്തരീക്ഷ വായുവില്ലാത്തത് കൊണ്ടാണ് ചന്ദ്രൻ ശബ്ദം കേൾക്കാത്തതിന് കാരണം. ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തതിന് കാരണം വായുവിന്റെ അഭാവമാണ്. ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തതിന് കാരണം എന്താണ്? വായുവിന്റെ അഭാവമാണ്. അതിനാൽ ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനമാണ് ഉപയോഗിക്കുന്നത്.
ശബ്ദത്തിന്റെ 3 സവിശേഷതകൾ ഏതൊക്കെയാണ്? ഉച്ചത അഥവാ ലൗഡ്നെസ്, സ്ഥായി പിച്ച്, ഗുണം ക്വാളിറ്റി. ഏതൊക്കെയാണ്? ഉച്ചതയുണ്ട്, സ്ഥായിയുണ്ട്, ക്വാളിറ്റി ഉണ്ട്. ലൗഡ്നെസ്, പിച്ച്, ക്വാളിറ്റി. ഉച്ചത, സ്ഥായി, ഗുണം. സാധാരണ അന്തരീക്ഷ താപനിലയിൽ ശബ്ദത്തിന്റെ വായുവിലുള്ള വേഗത 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് സാധാരണ അന്തരീക്ഷ താപനിലയിൽ ശബ്ദത്തിന്റെ വായുവിലുള്ള വേഗത. എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ്. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമമാണ് ഖരം. ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ്? വാതകമാണ്. വ്യത്യസ്ത മാധ്യമങ്ങളിലുള്ള ശബ്ദത്തിന്റെ വേഗത പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഖരത്തിലാണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞ് കുറച്ച് കുറവ് ദ്രാവകത്തിലാണ്, ഏറ്റവും കുറവ് വാതകത്തിലാണ്. ഇനി വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളിലെ ശബ്ദത്തിന്റെ പ്രവേഗം അഥവാ വേഗത കൂടി വരുന്ന ക്രമത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇരുമ്പിനാണ് ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞ് ജലം, അത് കഴിഞ്ഞ് വായു. ഓക്കെ, അങ്ങനെയാണ് ക്രമീകരിക്കുന്നത്. ചെവിയുടെ ഡയഫ്രത്തിനുണ്ടാകുന്ന കമ്പനമാണ് തീവ്രത അല്ലെങ്കിൽ ഉച്ചത എന്ന് പറയുന്നത്. അപ്പോൾ ചെവിയുടെ ഡയഫ്രത്തിനുണ്ടാകുന്ന വൈബ്രേഷൻ ആണ് തീവ്രത, ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഉച്ചത, ലൗഡ്നെസ് എന്ന് പറയുന്നത്. ശബ്ദത്തിന്റെ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? ശബ്ദത്തിന്റെ തീവ്രതയുടെ യൂണിറ്റ് ആണ് ഡെസിബൽ, dB. അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ് ശബ്ദത്തിന്റെ ഉച്ചതയ്ക്ക് ഡെസിബൽ എന്ന യൂണിറ്റ് നൽകിയിരിക്കുന്നത്. അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ് ശബ്ദത്തിന്റെ ഉച്ചതയ്ക്ക് ഡെസിബൽ എന്ന യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ശബ്ദ മലിനീകരണം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡെസിബൽ തന്നെയാണ് ശബ്ദ മലിനീകരണം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ശബ്ദത്തിന്റെ തീവ്രത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓഡിയോ മീറ്റർ ആണ്. എന്താണ്? ഓഡിയോ മീറ്റർ ആണ് ശബ്ദത്തിന്റെ തീവ്രത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡിയോ മീറ്റർ. ശബ്ദത്തിന്റെ കൂർമ്മതയാണ് സ്ഥായി അഥവാ പിച്ച്. ശബ്ദത്തിന്റെ കൂർമ്മത, പിച്ച് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആവൃത്തി, ഫ്രീക്വൻസിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ശബ്ദത്തിന്റെ കൂർമ്മതയാണ് സ്ഥായി പിച്ച്. ശബ്ദത്തിന്റെ കൂർമ്മത, പിച്ച് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആവൃത്തി, ഫ്രീക്വൻസിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾവിക്കാരൻ്റെയോ ശബ്ദസ്രോതസ്സിൻ്റെയോ ആപേക്ഷിക ചലനം നിമിത്തം ശബ്ദത്തിന്റെ ആവൃത്തി വ്യത്യാസപ്പെടുന്നതായി അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ്. അപ്പോൾ കേൾവിക്കാരൻ്റെയോ അതുപോലെ ശബ്ദസ്രോതസ്സിൻ്റെ ആപേക്ഷിക ചലനം, റിലേറ്റീവ് മോഷൻ നിമിത്തം ശബ്ദത്തിന്റെ ആവൃത്തി വ്യത്യാസപ്പെടുന്നതായി അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ്. അന്തർവാഹിനി, വിമാനം എന്നിവയുടെ വേഗത മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദ പ്രതിഭാസമാണ് ഏത്? ഡോപ്ലർ ഇഫക്റ്റ്. അന്തർവാഹിനി, വിമാനം എന്നിവയുടെ വേഗത മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദ പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ്. ഡോപ്ലർ ഇഫക്റ്റ് കണ്ടുപിടിച്ചത് ആരാണ്? ക്രിസ്റ്റ്യൻ ഡോപ്ലർ ആണ്. ക്രിസ്റ്റ്യൻ ഡോപ്ലർ ആണ് ഡോപ്ലർ ഇഫക്റ്റ് കണ്ടുപിടിച്ചത്. ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ച എസ് ബാൻഡ് ഡോപ്ലർ വെതർ റഡാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ച എസ് ബാൻഡ് ഡോപ്ലർ വെതർ റഡാർ സ്ഥിതി ചെയ്യുന്നത്. എസ് ബാൻഡ് ഡോപ്ലർ വെതർ റഡാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞു ശബ്ദത്തിന്റെ കൂർമ്മതയാണ് സ്ഥായി. ശബ്ദത്തിന്റെ കൂർമ്മത അഥവാ പിച്ച് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആവൃത്തി, ഫ്രീക്വൻസിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആവൃത്തി കൂടുമ്പോൾ ശബ്ദത്തിന്റെ കൂർമ്മതയ്ക്ക് എന്താണ് വ്യത്യാസം വരുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. ആവൃത്തി കൂടുമ്പോൾ ശബ്ദത്തിന്റെ കൂർമ്മത കൂടുന്നു. മനുഷ്യൻ ശബ്ദമുണ്ടാകുന്നതിന് കാരണമായ ശരീരഭാഗമാണ് ലാരിങ്സ്. ലാരിങ്സ് ആണ് മനുഷ്യനിൽ ശബ്ദമുണ്ടാകുന്നതിന് കാരണമായ ശരീരഭാഗം. ലാരിങ്സിന്റെ മലയാളം സ്വനതന്തുക്കൾ എന്നാണ്. സ്വനതന്തുക്കൾ എന്നാണ് പറയുന്നത്. നാം കേൾക്കുന്ന ശബ്ദം ചെവിയിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് ശ്രവണ സ്ഥിരത. ശ്രവണ സ്ഥിരത. നാം കേൾക്കുന്ന ശബ്ദം ചെവിയിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് ശ്രവണ സ്ഥിരത. അപ്പൊ മനുഷ്യന്റെ ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത്, പെർസിസ്റ്റൻസ് ഓഫ് ഒഡിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 1/10 സെക്കൻഡ് ആണ്. 1/10 സെക്കൻഡ് ആണ് നമ്മൾ കേൾക്കുന്ന ഒരു സൗണ്ട് നമ്മുടെ ചെവിയിൽ 1/10 സെക്കൻഡ് തങ്ങി നിൽക്കും എന്നാണ് പറയുന്നത്. ശബ്ദം ഒരു പ്രതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രതിഭാസത്തെയാണ് പ്രതിധ്വനി, എക്കോ എന്ന് പറയുന്നത്. പ്രതിധ്വനി ഉണ്ടാകാൻ ആവശ്യമായ ദൂരപരിധി 17 മീറ്ററിൽ കൂടുതലാണ്. 17 മീറ്ററിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിധ്വനി ഉണ്ടാകത്തുള്ളൂ.
ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്കൗസ്റ്റിക്സ്. പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനം ക്യാറ്റ് അക്കൗസ്റ്റിക്സ്. എളുപ്പമാണ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? അക്കൗസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താ? ക്യാറ്റ് അക്കൗസ്റ്റിക്സ്. ക്യാറ്റ് അക്കൗസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം, റിവർബറേഷൻ. ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനം, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കാരണം ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം അഥവാ റിവർബറേഷൻ. കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും പ്രണോദിത കമ്പനം. പ്രണോദിത കമ്പനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അപ്പോൾ പ്രണോദിത കമ്പനവും കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമാകുമ്പോൾ അവയ്ക്കിടയിൽ സംഭവിക്കുന്ന പ്രതിഭാസം അനുനാദം, റെസൊണൻസ്. ഒന്നുകൂടെ പറയാം. കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തി, അതായത് നാച്ചുറൽ ഫ്രീക്വൻസിയും ഫോഴ്സ്ഡ് വൈബ്രേഷന് വിധേയമാകുന്ന വസ്തുവിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും തുല്യമാകുമ്പോൾ അവയ്ക്കിടയിൽ സംഭവിക്കുന്ന പ്രതിഭാസമാണ് അനുനാദം, റെസൊണൻസ്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? അനുനാദം മൂലമാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? അനുനാദം, റെസൊണൻസ് മൂലമാണ്. ചാട്ടവാർ വായുവിൽ ചുഴറ്റിയാൽ ഉണ്ടാകുന്ന പൊട്ടൽ ശബ്ദത്തിന് കാരണമാണ് സോണിക് ബൂം. സോണിക് ബൂം ആണ്. ചാട്ടവാർ വായുവിൽ ചുഴറ്റിയാൽ ഉണ്ടാകുന്ന പൊട്ടൽ ശബ്ദത്തിന് കാരണം എന്താണ്? സോണിക് ബൂം ആണ്. ശബ്ദത്തിന്റെ വായുവിലുള്ള വേഗതയേക്കാൾ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നത് സബ്സോണിക് എന്നും ശബ്ദത്തിന്റെ വായുവിലുള്ള വേഗതയേക്കാൾ 3 ഇരട്ടി വരെ കൂടിയ വേഗതയെ സൂചിപ്പിക്കുന്നത് സൂപ്പർസോണിക് എന്നും ശബ്ദത്തിന്റെ വായുവിലുള്ള വേഗതയേക്കാൾ 5 ഇരട്ടി കൂടിയ വേഗതയെ സൂചിപ്പിക്കുന്നത് ഹൈപ്പർസോണിക് എന്നുമാണ്. അപ്പൊ ശബ്ദത്തിന്റെ വായുവിലുള്ള വേഗതയേക്കാൾ കുറഞ്ഞ വേഗത സബ്സോണിക്, ശബ്ദത്തിന്റെ വായുവിലുള്ള വേഗതയേക്കാൾ 3 ഇരട്ടി വരെ കൂടിയ വേഗത സൂപ്പർസോണിക്, ശബ്ദത്തിന്റെ വായുവിന്റെ വേഗതയേക്കാൾ 5 ഇരട്ടി കൂടിയ വേഗത ഹൈപ്പർസോണിക്കുമാണെന്ന് ഓർക്കുക. ഇനി ശ്രവണ പരിധി. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. അത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനാണ് ചോദിച്ചത്. 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ് എന്നാണ് ചോദിച്ചത്. 20 കിലോ ഹെർട്സ്. അപ്പോൾ 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ്, അതായത് 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധി. 20 ഹെർട്സിൽ കുറവ് ആവൃത്തിയുള്ള ശബ്ദം എന്താണ്? ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ്. അപ്പോൾ ഈ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവികൾ ഏതെല്ലാമാണ്? ആന, തിമിംഗലം, ജിറാഫ്. ആന, തിമിംഗലം, ജിറാഫ് എന്നിവ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഇൻഫ്രാസോണിക് ആണ്. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങളും ഇൻഫ്രാസോണിക് ആണ്. ഭൂകമ്പം ഉണ്ടാകുമ്പോഴും അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുമ്പോഴും പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ എന്താണ്? ഇൻഫ്രാസോണിക് ആണ്. 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദ തരംഗമാണ് അൾട്രാസോണിക് തരംഗങ്ങൾ. ഫോട്ടോഗ്രഫിയിലുള്ള ഫിലിം നിർമ്മിക്കാനും ആന്തരിക അവയവങ്ങളുടെ സ്കാനിങ്ങിനും ഉപയോഗിക്കുന്ന തരംഗം കൂടിയാണ് അൾട്രാസോണിക്. അപ്പോൾ ഫോട്ടോഗ്രഫിയിലുള്ള ഫിലിം നിർമ്മിക്കാനും ആന്തരിക അവയവങ്ങളുടെ സ്കാനിങ്ങിനും ഉപയോഗിക്കുന്ന തരംഗം ഏതാണ്? അൾട്രാസോണിക് ആണ്. മൂത്രാശയ കല്ല് പൊടിച്ച് നീക്കം ചെയ്യുന്നതിന് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. മൂത്രാശയ കല്ല് പൊടിച്ച് നീക്കം ചെയ്യുന്നതിന് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് ഓർക്കുക. നായകളുടെ ശ്രവണ പരിധി 67 ഹെർട്സ് മുതൽ 45 കിലോ ഹെർട്സ് വരെയാണ്. 67 ഹെർട്സ് മുതൽ 45 കിലോ ഹെർട്സ് വരെയാണ് നായകളുടെ ശ്രവണ പരിധി എന്ന് പറയുന്നത്. 67 ഹെർട്സ് മുതൽ 45 കിലോ ഹെർട്സ് വരെയാണ്. നായകളെ വിളിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വളരെ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിലാണ് ഗാൾട്ടൺ വിസിൽ. ഗാൾട്ടൺ വിസിലാണ് നായകളെ വിളിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വളരെ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിലാണ് ഗാൾട്ടൺ വിസിൽ. ശബ്ദവും ഉപകരണങ്ങളുമാണ് അടുത്ത് നോക്കുന്നത്. ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓസിലോസ്കോപ്പ്. ഓസിലോസ്കോപ്പാണ് ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം. ശബ്ദ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണം സോണോമീറ്റർ ആണ്. സോണോമീറ്റർ ആണ് ശബ്ദ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണം. ഏതാണ്? സോണോമീറ്റർ.
ജലാന്തർഭാഗത്തെ ശബ്ദങ്ങൾ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോഫോൺ. ജലാന്തർഭാഗത്തെ ശബ്ദങ്ങൾ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹൈഡ്രോഫോൺ ആണ്. ജലാശയങ്ങളുടെ ആഴം അളക്കുവാൻ ഉപയോഗിക്കുന്ന രണ്ട് ഉപകരണങ്ങൾ ഏതെല്ലാമാണ്? എക്കോ സൗണ്ടറും ഫാത്തോമീറ്ററും ആണ്. ജലാശയങ്ങളുടെ ആഴം അളക്കുവാൻ ഉപയോഗിക്കുന്ന രണ്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? എക്കോ സൗണ്ടർ, ഫാത്തോമീറ്റർ എന്നിവയാണ്. കേൾവിക്കുറവുള്ളവർ ശബ്ദം വ്യക്തമായി കേൾക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡിയോഫോൺ. ഓഡിയോഫോൺ ആണ്. കേൾവിക്കുറവുള്ളവർ ശബ്ദം വ്യക്തമായി കേൾക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓഡിയോഫോൺ ആണ്. റെക്കോർഡ് ചെയ്ത ശബ്ദം പുനഃസംരക്ഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫോണോഗ്രാഫ്. ഫോണോഗ്രാഫ്. ശബ്ദം വൈദ്യുത സ്പന്ദനങ്ങളാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. മൈക്രോഫോൺ. അപ്പൊ ശബ്ദത്തെ വൈദ്യുത സ്പന്ദനങ്ങളാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് മൈക്രോഫോണും. ശബ്ദത്തിന്റെ പ്രതിഫലനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങൾ ഏതെല്ലാമാണ്? മെഗാഫോണും സ്റ്റെതസ്കോപ്പും. മെഗാഫോണും സ്റ്റെതസ്കോപ്പും ശബ്ദത്തിന്റെ പ്രതിഫലനമാണ്, റിഫ്ലക്ഷൻ ആണ് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, മെഗാഫോൺ, സ്റ്റെതസ്കോപ്പ്. വിമാനത്തിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് ടാക്കോമീറ്റർ. ടാക്കോമീറ്റർ ആണ് വിമാനത്തിന്റെ വേഗത അളക്കുന്ന ഉപകരണം. വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് നോട്ടിക്കൽ മൈൽ. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1.852 കിലോമീറ്റർ ആണ്. 1.852 കിലോമീറ്റർ. 1.852 കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. കപ്പലുകളുടെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് നോട്ട്. കപ്പലുകളുടെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? നോട്ടാണ്. സൂപ്പർസോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് മാക് നമ്പർ. മാക് നമ്പർ എന്ന് പറയുന്നത് സൂപ്പർസോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് മാക് നമ്പർ. ഒരു വസ്തുവിന്റെ ഒരു മാധ്യമത്തിലെ സഞ്ചാര വേഗവും ആ മാധ്യമത്തിലെ ശബ്ദത്തിന്റെ വേഗവും തമ്മിലുള്ള അനുപാതമാണ് മാക് നമ്പർ. ഒരു വസ്തുവിന്റെ ഒരു മാധ്യമത്തിലെ സഞ്ചാര വേഗവും ആ മാധ്യമത്തിൽ ശബ്ദത്തിന്റെ വേഗവും തമ്മിലുള്ള അനുപാതമാണ് മാക് നമ്പർ. ഒരു മാക് എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ശബ്ദത്തിന്റെ വായുവിലുള്ള വേഗതയ്ക്ക് തുല്യമാണ് എന്തെന്ന് പറയുന്നത്? ഒരു മാക് എന്ന് പറയുന്നതെന്ന് ഓർക്കുക. എക്കോ ലൊക്കേഷൻ. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസമാണ് എക്കോ ലൊക്കേഷൻ. എക്കോ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച്, അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ. എന്ത് തരംഗങ്ങളാണ്? അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസമാണ് എക്കോ ലൊക്കേഷൻ. എക്കോ ലൊക്കേഷൻ പ്രയോജനപ്പെടുത്തുന്ന ജീവിയാണ് വവ്വാൽ. വവ്വാലാണ്. സമുദ്രത്തിന്റെ ആഴം, മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം എന്നിവ നിർണ്ണയിക്കാനും കടലിലെ അടിത്തട്ടിന്റെ ചിത്രങ്ങൾ ലഭ്യമാക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ. സോണാറാണ്. സോണാറിന്റെ പൂർണ്ണരൂപം എന്താ? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നതാണ് സോണാറിന്റെ പൂർണ്ണരൂപം. സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗവും ഏത് തന്നെയാണ്? അൾട്രാസോണിക് ശബ്ദമാണ്. അൾട്രാസോണിക് സൗണ്ടിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷത ഏതാണ്? എക്കോ ലൊക്കേഷൻ ആണ്. സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷതയാണ് എക്കോ ലൊക്കേഷൻ. അപ്പൊ ഇത്ര ആയപ്പോഴത്തേക്കും PSC എപ്പോഴും ചോദിക്കുന്ന ശബ്ദത്തിനെ പറ്റിയുള്ള ടോപ്പിക്സ് ചോദ്യങ്ങളും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു. LDC മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ജൂലൈ 7th സ്റ്റാർട്ട് ആയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. ജേതാവ് 90 ഡേയ്സ് കോഴ്സ് ആണ്. കൂടാതെ 12th ലെവൽ മെയിൻസിനാണ് നിങ്ങൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ 100 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ദിശ എന്നാണ് പേര്. 8th ജൂലൈയിലാണ് സ്റ്റാർട്ട് ആയിട്ടുള്ളത്. അപ്പൊ എല്ലാ കോഴ്സുകളും ഒരു പാക്കേജ് ആയിട്ട് ഒറ്റ സബ്സ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. ഓക്കെ.